ഹായ് ഡിയേഴ്സ്, സ്കീമിന് 2025 കോംപ്ലക്സ് നമ്പേഴ്സിൽ നിന്നും വന്നൊരു ചോദ്യമാണ്. ദ വാല്യൂ ഓഫ് 1+i ഹോൾ റൈസ് ടു 10ന്റെ വാല്യൂ എത്രയാ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമുക്കറിയാം 1+i ഹോൾ റൈസ് ടു 10 നമ്മൾ ബൈനോമിയൽ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരം വെളുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 1+i ഹോൾ റൈസ് ടു 10നെ നമ്മൾ 1+i ഹോൾ റൈസ് ടു എന്ത് എഴുതാം? ഹോൾ സ്ക്വയർ ദ ഹോൾ റൈസ് ടു 5 എന്ന് എഴുതാം. എക്സ് റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ, എക്സ് റൈസ് ടു എം എൻ ഫോം. അപ്പൊ 2 × 5 എത്ര വരും? 10 എന്ന് വരും. 1+i ഹോൾ റൈസ് ടു 10നെ ഞാൻ അങ്ങോട്ട് മാറ്റി എഴുതി. 1+i ഹോൾ സ്ക്വയറിന് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമ്മൾ ആ ബ്രാക്കറ്റിനുള്ളിലുള്ള റൗണ്ട് ബ്രാക്കറ്റിനുള്ളിലുള്ളത് എക്സ്പാൻഡ് ചെയ്യാം. 1+i ഹോൾ സ്ക്വയർ നമുക്ക് a+b ഹോൾ സ്ക്വയർ വെച്ച് a സ്ക്വയർ, അതായത് 1 സ്ക്വയർ പ്ലസ് 2ab 2 × 1 × i, അതായത് 2i പ്ലസ് i സ്ക്വയർ. i സ്ക്വയറിന്റെ വാല്യൂ എത്രയാ? -1 ആണ്. ഇനി ഹോൾ റൈസ് ടു എന്ത് കൊടുക്കാം? 5 കൊടുക്കാം. സോ 1+i 1+2i പ്ലസ് -1. അപ്പൊ ഇവിടെ 1ഉം -1ഉം ക്യാൻസൽ ആയി പോയേ. ബാക്കി വരുന്നത് 2i ആണ്. അപ്പൊ നമുക്കിനി 2i ഹോൾ റൈസ് ടു 5 എന്ന് എഴുതാം. 2i ഹോൾ റൈസ് ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ab ഹോൾ റൈസ് ടു 5 ആണ്. ab ഹോൾ റൈസ് ടു 5, a റൈസ് ടു 5, b റൈസ് ടു 5. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 റൈസ് ടു 5 × i റൈസ് ടു 5 എന്ന് എഴുതാം. 2 റൈസ് ടു 5ന്റെ വാല്യൂ നമുക്കറിയാം, അത് 32 ആണ്. i റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ അത് i ആണ്. സോ ദ ആൻസർ വിൽ ബി 32i. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ.